പൂവിൻ്റെ സുഗന്ധം കാറ്റുവീശുന്ന ദിശയിൽ പരക്കുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലും സുഗന്ധം പരത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതവും ഏറ്റവും മികച്ചതുമായ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ച് അവ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാകരുത്. കാരണം വളവില്ലാത്ത മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. സത്യസന്ധർ ആദ്യം ക്രൂശിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഒരാളുമായി നല്ല ബന്ധം നിലനിർത്താൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. വൈകല്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ എവിടെയും വിജയിക്കാനാകും. ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങിയാൽ ഒരിക്കലും അതിൻ്റെ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഉപേക്ഷിക്കുകയും അരുത്. ആത്മാർത്ഥമായ ജോലി സന്തോഷം തരുന്നു. എല്ലാ സുഹൃത്ത് ബന്ധങ്ങളിലും ഒരു സ്വാർത്ഥ താൽപ്പര്യമുണ്ടായിരിക്കും. സ്വാർത്ഥതയില്ലാത്ത ഒരു ചെങ്ങാത്തം പോലുമില്ല. കയ്പുള്ളതാണെങ്കിലും ഇതാണ് സത്യം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ഉണ്ടാകാറ്. അഭിമുഖീകരിക്കുന്ന രീതിയാണ് പ്രധാനം. നിലനിൽപ്പ് ഇല്ലാത്തതും കൃത്രിമവുമായ സന്തോഷത്തിൻ്റെ പിറകെ പോയി സമയം കളയുന്നതിനേക്കാൾ നല്ലത് എന്നും നിലനിൽക്കുന്ന സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുക. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടാതെ ആ നഷ്ടത്തിൽ നിന്ന് കരകയറാനുള്ള വഴിയാണ് നാം അന്വേഷിക്കേണ്ടത്. സമചിത്തതയുള്ള മനസ്സിനോളം കാഠിന്യം മറ്റൊന്നിനുമില്ല. സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷമില്ല. അത്യാഗ്രഹത്തേക്കാൾ വലിയ രോഗമില്ല. ദയയേക്കാൾ വലിയ നന്മയുമില്ല. നമ്മുടെ ജോലിയെ സ്നേഹിക്കാൻ നാം പഠിക്കണം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ദുഃഖം വരില്ല. ബുദ്ധിമാനായ വ്യക്തിക്ക് ഉപദേശം ആവശ്യമില്ല. കഷ്ടത അറിയുന്നവന് ജീവിതത്തിൽ പരാജയവും കുറവായിരിക്കും. തനിക്ക് ലഭിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നതിനേക്കാൾ നല്ലത് തനിക്ക് ലഭിച്ചതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നതാണ്. സൗമ്യമായി സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും അതേസമയം എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവുമായ സ്ത്രീകളെയാണ് പൊതുവെ കൂടുതൽ പുരുഷന്മാരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. വ്യക്തമായ ലക്ഷ്യമുള്ള വ്യക്തി ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും.